ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരു ഡെയിലി പ്ലാനർ വാങ്ങിച്ചേക്കാണ്. ഡെയിലി പ്ലാനർ എന്ന് പറഞ്ഞാൽ ഒരു ബുക്കാണ്, ഈ സംഭവമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം എന്തൊക്കെ ചെയ്യേണ്ട ലിസ്റ്റൊക്കെ ഉണ്ടാക്കാം. ടു ഡു ലിസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട്. പിന്നെ ഫോർ ടുമാറോ, നാളത്തേക്ക് എന്തൊക്കെ ചെയ്യണം. പിന്നെ ഡു നോട്ട് ഫോർഗെറ്റ്, മറക്കാണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നോട്ട്സ്, അങ്ങനെ ഒരു സെക്ഷനാണുള്ളത്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ കിട്ടും. ഇതേപോലത്തെ ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു ഫ്രണ്ട് പേജാണ്. പല ഫ്രണ്ട് പേജുകളുള്ളതുണ്ട്. അപ്പോൾ ഇതിൽ ഫോക്കസ് ഓൺ ദ ഗുഡ് തിങ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഉൾഭാഗം കുറച്ച് ഈസിയാണ്, കണ്ടാൽ നമുക്ക് എല്ലാ ദിവസവും എടുത്ത് എഴുതാനൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉൾഭാഗം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്നാണ് ഞാൻ അത് യൂസ് ചെയ്ത് തുടങ്ങിയത്. കുറേ നാളായി വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയർ അല്ല ബുക്കിൻ്റെ ഉൾഭാഗം ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ മുകളിൽ ഡെയിലി പ്ലാനാണ് എഴുതിയിട്ട്, പിന്നെ മുകളിൽ ഡേറ്റ് എഴുതാനുള്ള സ്ഥലം, പിന്നെ അതേപോലെ തന്നെ ആഴ്ച എഴുതാനുള്ള സ്ഥലം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞില്ല, അപ്പോൾ അത് കാണിച്ചതാണ്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് ടു ഡു ലിസ്റ്റിൽ കൊടുത്തേക്കുന്നത് അപ്ലോഡ് യൂട്യൂബ് വീഡിയോ, അപ്ലോഡ് ടെക് റീൽ. യൂട്യൂബ് വീഡിയോ ഇതാണ്, ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ ടെക്കിൻ്റെ ഒരു റീൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇന്ന് അപ്ലോഡ് ചെയ്യും. പിന്നെ വർക്ക് ഓൾറെഡി ഞാൻ ചെയ്യണ്ടായിരുന്നു, പിന്നെ ഇനി രാത്രിയും ചെയ്യും. പിന്നെ ലിമിറ്റ് ഇൻസ്റ്റഗ്രാം ടു ലെസ് ദാൻ 2 hours, അതായത് 2 മണിക്കൂറിൽ കുറവ് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാനാണ്. അതിന്ന് നടക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ ഇന്ന് അധികം ഇൻസ്റ്റഗ്രാം എടുത്തിട്ടില്ല. രാത്രി ഞാൻ പഠിക്കും എന്തായാലും 2 മണിക്കൂറൊന്നും ആവില്ല എന്ന് വിചാരിക്കാം. സാധാരണ ചില ദിവസങ്ങളിൽ കുറേ മണിക്കൂറുകളാവാൻ ഇൻസ്റ്റഗ്രാം യൂസിങ്. അതുകൊണ്ടാണ് ഞാൻ അത് ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചത്. പിന്നെ ക്ലീൻ റൂം, ഞാൻ റൂം ക്ലീൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടൈം ലാപ്സ് വീഡിയോ എടുത്തിട്ടുണ്ട്, അതേ ലാപ്പ് ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ വാച്ച് ബിസിനസ് വീഡിയോ, അത് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ കുറച്ച് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ കണ്ടു, ജസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ ഇതിനൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എഴുതി തുടങ്ങിയതാണ്. ഫസ്റ്റ് പേജ് 14-ാം തീയതി ഡേറ്റ്, ഇന്നത്തെ ഡേറ്റാണ്. പിന്നെ ഡു നോട്ട് ഫോർഗെറ്റിൽ ഞാൻ എഴുതിയത് ഡ്രിങ്ക് 2 liters വാട്ടർ, അതേപോലെ തന്നെ പ്ലാൻ കണ്ടൻറ്റ് ഐഡിയാസ്. ഇത് രണ്ടും ഇന്ന് ചെയ്യും. ഡ്രിങ്ക് 2 liters വാട്ടർ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഇന്ന് തുടങ്ങിയോണ്ട് ഇത് ഡു നോട്ട് ഫോർഗെറ്റിൽ എഴുതി വെച്ചതെന്നുള്ളൂ. പിന്നെ കോണ്ടൻറ്റ് ഐഡിയാസ് കുറച്ചെണ്ണം ആലോചിച്ച് വെച്ചിട്ടുണ്ട്, അതും ചെയ്തു. ഫസ്റ്റ് ഡേ നമ്മളതിൽ എഴുതിയ എല്ലാ സംഭവങ്ങളും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വർക്കൗട്ട് ഉണ്ട്, യെസ് നോ. രാവിലെ ജിമ്മിൽ പോയി, അതുകൊണ്ട് യെസ് ടിക്കറ്റുണ്ട്. എക്സ്പെൻസ് ഒന്നും നമ്മൾ എഴുതുന്നില്ല. ഫോർ ടുമാറോ എന്നുള്ളത് രാത്രി എഴുതാനാണ് പ്ലാൻ ചെയ്യണത്. നാളേക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ഇന്ന് രാത്രി എഴുതി വയ്ക്കാനാണ് വിചാരിക്കണേ. പിന്നെ നോട്ട്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ്റെ അടിയിൽ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചത് നോട്ട് യൂസിങ് മൊബൈൽ 30 minutes ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെഡ് വാസ് ഗുഡ്. അതായത് ഇന്നലെ രാത്രി കിടക്കണേ 30 മിനിറ്റ് മുമ്പ് ഞാൻ മൊബൈൽ എടുത്ത് വെച്ചു. പിന്നെ അതുപോലെ ഇന്ന് രാവിലെ എണീറ്റതിന് ശേഷം 30 മിനിറ്റ് മൊബൈൽ യൂസ് ചെയ്തില്ല. അപ്പോൾ അതൊരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് എല്ലാ ദിവസം ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇത്രയൊക്കെയാണ് എഴുതി വെച്ചത്. അപ്പോൾ ഈ ഒരു ബുക്ക് ഏകദേശം 200 രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഡെയിലി എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെയിലി വെറുതെ ഇരുന്ന് സമയം കളയാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചത്. അപ്പോൾ ഇനി എല്ലാ ദിവസവും കൂടി കുറച്ചും കൂടി പ്രൊഡക്റ്റീവായി കുറച്ചും കൂടി കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഈ വീഡിയോ കാണണമെങ്കിൽ ഇതേപോലത്തെ ബുക്ക് വാങ്ങിച്ച് ഇങ്ങനെ എല്ലാ ദിവസവും പ്ലാൻ ചെയ്ത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ജീവിച്ചാൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇന്നായിരുന്നു ഫസ്റ്റ് ഡേ എഴുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഏകദേശം കഴിയാതായി. ഇന്നെന്തായാലും ചെയ്ത് കഴിയും. നാളെ തൊട്ടും ഇതേപോലെ എല്ലാ ദിവസവും എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എത്രണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ലൈക്കിനകത്ത് നോട്ടിഫിക്കേഷൻ വിളിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ അടിപൊളിയാണ് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.